ഒരു ഓർഗാനിക് റിയാക്ഷനുമായി ബന്ധപ്പെട്ട സം ബേസിക് കൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഓർഗാനിക് റിയാക്ഷനെ ജനറലായി നമുക്ക് ഇപ്രകാരം റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു ഓർഗാനിക് മോളിക്യൂൾ, അതിനെ ഓർഗാനിക് കെമിസ്ട്രിയിൽ സബ്സ്ട്രേറ്റ് എന്നാണ് വിളിക്കുന്നത്. അതിലേക്ക് ഒരു അറ്റാക്കിംഗ് റിയേജൻ്റ് അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ഫോം ചെയ്യും. അതിനെ ഇൻ്റർമീഡിയറ്റ് എന്നാണ് വിളിക്കുന്നത്. ആ ഇൻ്റർമീഡിയറ്റ് ഡിക്കമ്പോസ് ചെയ്ത് പ്രോഡക്റ്റ് കിട്ടുന്നു. ഒപ്പം എന്തെങ്കിലും ബൈ പ്രോഡക്ട്സും ലഭിക്കുന്നു. ഇങ്ങനെ ഒരു ഓർഗാനിക് റിയാക്ഷൻ നടക്കുമ്പോൾ ഓരോ സീക്വൻഷ്യൽ സ്റ്റെപ്പിലും നടക്കുന്ന ഇലക്ട്രോൺ ട്രാൻസ്ഫർ, അവിടെ നടക്കുന്ന എനർജി ചേഞ്ച്, ഓരോ സ്റ്റെപ്പിലെയും റിയാക്ഷൻ്റെ റേറ്റ് അഥവാ സ്പീഡ്, ഇത് സീക്വൻഷ്യലായി റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെ ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം എന്നാണ് പറയുന്നത്. ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസവുമായി ബന്ധപ്പെട്ട് ഒരു കോവാലൻ്റ് ബോണ്ട് എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫിഷൻ ഓഫ് എ കോവാലൻ്റ് ബോണ്ട്. ഒരു കോവാലൻ്റ് ബോണ്ട് രണ്ട് രീതിയിലാണ് ബ്രേക്ക് ചെയ്യാറുള്ളത്: ഹെട്ടിറോലിറ്റിക് ക്ലീവേജ് ആൻഡ് ഹോമോലിറ്റിക് ക്ലീവേജ്. നമുക്കൊരു ഉദാഹരണം പരിഗണിക്കാം. CH3Br. ഇവിടെ കാർബൺ ആറ്റവും ബ്രോമിൻ ആറ്റവും ഒരു ജോഡി ഇലക്ട്രോണിനെ ഷെയർ ചെയ്തിരിക്കുകയാണ്. കാർബൺ ബ്രോമിൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയാണ് എന്ന് കരുതുക. ഇവിടെ ബ്രോമിൻ ആറ്റം കാർബണിനെ അപേക്ഷിച്ച് കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവാണ്. അതുകൊണ്ട് ഷെയർ ചെയ്തിരിക്കുന്ന ആ രണ്ട് ഇലക്ട്രോണും ബ്രോമിൻ ആറ്റത്തിനാണ് ലഭിക്കുന്നത് എന്ന് കരുതുക. അവിടെ റിസൾട്ട് ചെയ്യുന്നത് കാർബണും ബ്രോമിനും ഷെയർ ചെയ്തിരുന്ന ഇലക്ട്രോൺ ബ്രോമിന് പോയി, അതുകൊണ്ട് കാർബണിൻ്റെ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. ലഭിക്കുന്നത് CH3 പോസിറ്റീവ് അയോണും ദെൻ Br നെഗറ്റീവ് അയോണുമാണ്. ഒരു ഉദാഹരണം കൂടി പരിഗണിക്കാം. CH3 സെറ്റ് എന്ന് പറയുന്നത് ഒരു ആറ്റമാണ്. കാർബണിനെ അപേക്ഷിച്ച് ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ആണ് എന്ന് കരുതുക. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ ഇവിടുത്തെ ഷെയർ ചെയ്തിരിക്കുന്ന ആ ഇലക്ട്രോൺ ജോഡി പൂർണ്ണമായും കാർബൺ ആറ്റത്തിനാണ് ലഭിക്കുന്നത് എന്ന് കരുതുക. അങ്ങനെ ലഭിച്ചാൽ അവിടെ CH3 ഗ്രൂപ്പിന് ഒരു നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നു. അവിടെ സെറ്റ് എന്ന ഗ്രൂപ്പിന് പോസിറ്റീവ് ചാർജാണ് ലഭിക്കുന്നത്. ഇങ്ങനെ ഒരു കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോൺ ജോഡി പൂർണ്ണമായും ഒരു ഫ്രാഗ്മെൻറ്റിൻ്റെ ഒപ്പമാണ് പോകുന്നതെങ്കിൽ അത്തരം ഫിഷനെയാണ് ഹെട്ടിറോലിറ്റിക് ഫിഷൻ അഥവാ ഹെട്ടിറോലിറ്റിക് ക്ലീവേജ് എന്ന് പറയുന്നത്. ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ഗോസ് വിത്ത് ഓൺലി വൺ ഓഫ് ദ ഫ്രാഗ്മെൻറ്റ്. ഒരു ഫ്രാഗ്മെൻറ്റിൻ്റെ ഒപ്പം മാത്രമാണ് ഇലക്ട്രോൺ ജോഡി പോകുന്നതെങ്കിൽ അതിനെ ഹെട്ടിറോലിറ്റിക് ഫിഷൻ എന്ന് പറയുന്നു. എന്നാൽ ഹോമോലിറ്റിക് ഫിഷനിൽ അവിടെ ഷെയർ ചെയ്തിരിക്കുന്ന ആ ഇലക്ട്രോൺ ഈക്വലായി രണ്ട് ഫ്രാഗ്മെൻറ്റിൻ്റെയും ഒപ്പം പോകുന്നു. നമുക്കൊരു ഉദാഹരണം പരിഗണിക്കാം. CH3 സിംഗിൾ ബോണ്ട് CH3. ഇവിടെ രണ്ട് കാർബൺ ആറ്റംസ് ഒരു ജോഡി ഇലക്ട്രോണിനെയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. കാർബൺ കാർബൺ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഓരോ ഇലക്ട്രോണും ഓരോ കാർബൺ ആറ്റത്തിലേക്ക് പോകുന്നു എന്ന് കരുതുക. അവിടെ ഒരു ഇലക്ട്രോൺ മാത്രമേ ഒരു ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഫ്രാഗ്മെൻറ്റിൻ്റെ ഒപ്പം പോകുന്നുള്ളൂ. അതുകൊണ്ട് ഹാഫ് ഹെഡഡ് ആരോ ഉപയോഗിച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ലെഫ്റ്റിലെ CH3 ഗ്രൂപ്പിൻ്റെ ഒപ്പം ഒരു അൺപെയർഡ് ഇലക്ട്രോൺ പ്ലസ് റൈറ്റിലുള്ള ആ CH3 ഗ്രൂപ്പിൻ്റെ ഒപ്പമുള്ള CH3 ഗ്രൂപ്പിലെ കാർബൺ ആറ്റത്തിന് ഒരു അൺപെയർഡ് ഇലക്ട്രോൺ. ഇവിടെ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ഗോസ് വിത്ത് ഈച്ച് ഓഫ് ദ ഫ്രാഗ്മെൻറ്റ്. അത്തരം ഫിഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ ഹോമോലിറ്റിക് ഫിഷൻ അഥവാ ഹോമോലിറ്റിക് ക്ലീവേജ് എന്നാണ് പറയുന്നത്. ഹെട്ടിറോലിറ്റിക് ക്ലീവേജിൽ നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് ചാർജുള്ള കാർബണാറ്റമുള്ള ഒരു ഗ്രൂപ്പാണ്. അതുപോലെ നെഗറ്റീവ് ചാർജുള്ള വേറൊരു പാർട്ടും, അതായത് രണ്ട് അയോൺസ് ആണ്
റിസൾട്ട് ചെയ്യുന്നത്. അതേസമയം ഹോമോലിറ്റിക് ഫിഷനിൽ അവിടെ ചാർജ് ഉള്ള അയോൺസ് അല്ല ലഭിക്കുന്നത്, അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ള സ്പീഷീസ് ആണ് ലഭിക്കുന്നത്. ഈ അൺപെയർഡ് ഇലക്ട്രോൺ എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരിക്കും. ഇങ്ങനെ ഒരു കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ള സ്പീഷ്യസ് ലഭിക്കുകയാണ് എങ്കിൽ അത്തരം സ്പീഷ്യസിനെ ഫ്രീ റാഡിക്കൽസ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഉണ്ടായത് 2 മീഥൈൽ ഫ്രീ റാഡിക്കൽസ് ആണ്. എന്നാൽ ഹെറ്ററോലിറ്റിക് ക്ലീവേജിൽ ഇലക്ട്രോൺ ജോഡി പൂർണ്ണമായും ഒരു ഫ്രാഗ്മെന്റിന്റെ ഒപ്പം പോകുന്നു. അതിനാൽ പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണുമാണ് ലഭിക്കുന്നത്. ഇങ്ങനെ പോസിറ്റീവ് ചാർജ് ഉള്ള കാർബൺ ആറ്റമുള്ള സ്പീഷീസിനെ കാർബോ കാറ്റയോൺ എന്നാണ് വിളിക്കുന്നത്. കാർബോ കാറ്റയോൺ, ഇതിനെ കാർബോണിയം അയോൺ എന്നുകൂടി വിളിക്കാറുണ്ട്. രണ്ടാമത്തെ കേസിൽ നെഗറ്റീവ് ചാർജ് ഉള്ള കാർബൺ ആറ്റമുള്ള ഒരു സ്പീഷീസ് ആണ് ലഭിച്ചത്. അതിനെ കാർബാനയോൺ എന്നാണ് വിളിക്കുന്നത്. കാർബാനയോൺ എന്ന് വിളിക്കുന്നു. സോ ഹെറ്ററോലിറ്റിക് ഫിഷൻ നടക്കുകയാണ് എങ്കിൽ നമുക്ക് ലഭിക്കുന്നത് അയോൺസ് ആയിരിക്കും. എന്നാൽ ഹോമോലിറ്റിക് ഫിഷൻ നടന്നാൽ ഫ്രീ റാഡിക്കൽസ് ആണ് റിസൾട്ട് ചെയ്യുന്നത്. നമുക്ക് കാർബോ കാറ്റോണിനെ കുറിച്ച് ഡീറ്റെയിൽഡായി പഠിക്കാം. ഇവിടെ ബ്രോമോ മീഥൈൻ ഡിക്കമ്പോസ് ചെയ്ത് മീഥൈൽ കാർബോ കാറ്റോണും ബ്രോമൈഡ് അയോണും ഉണ്ടായി. ബ്രോമോ മീഥൈനിൽ കാർബൺ ആറ്റം sp3 ഹൈബ്രിഡൈസേഷൻ ആയിരുന്നു. കാർബൺ ആറ്റത്തിന് ചുറ്റും 8 ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഒക്ടറ്റ് പൂർത്തിയാക്കിയിരിക്കുകയായിരുന്നു. ഇവിടെ കാർബൺ ആറ്റത്തിൽ നിന്നും 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. സോ മീഥൈൽ കാർബോ കാറ്റോണിൽ കാർബൺ ആറ്റത്തിന് ചുറ്റും 6 ഇലക്ട്രോൺ മാത്രമാണുള്ളത്. അതിനാൽ കാർബോ കാറ്റോൺ sp2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. കാർബോ കാറ്റോണിലെ പോസിറ്റീവ് ചാർജ് ഉള്ള കാർബൺ ആറ്റം sp2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. ഒരു ഓർബിറ്റൽ വേക്കൻ്റ് ആണ്. അതിനാൽ ട്രയഗണൽ പ്ലാനാർ ജിയോമെട്രി ആയിരിക്കും. മീഥൈൽ കാർബോ കാറ്റോൺ, അതിൽ കാർബൺ ആറ്റം sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. മീഥൈൽ കാർബോ കാറ്റോണിന്റെ ജിയോമെട്രി എന്ന് പറയുന്നത് ട്രയഗണൽ പ്ലാനാർ ജിയോമെട്രി ആണ്. നമുക്ക് ഇത്തരം കാർബോ കാറ്റോണിനെ പ്രൈമറി, സെക്കൻഡറി, ടേർഷറി എന്നിങ്ങനെ തരംതിരിക്കാൻ സാധിക്കും. പോസിറ്റീവ് ചാർജ് ഉള്ള ആ കാർബണാറ്റത്തോട് എത്ര അതർ കാർബണാറ്റംസ് ആണ് ഡയറക്റ്റായി ലിങ്ക് ചെയ്തിരിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് പ്രൈമറി, സെക്കൻഡറി, ടേർഷറി എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്. പോസിറ്റീവ് ചാർജ് ഉള്ള കാർബണാറ്റത്തോട് ഒരു കാർബണാറ്റം മാത്രമാണ് ലിങ്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ അത്തരം കാർബോ കാറ്റോണിനെ പ്രൈമറി കാർബോ കാറ്റോൺ എന്ന് പറയുന്നു. നമുക്കൊരു ഉദാഹരണം പരിഗണിക്കാം. CH3 CH2 പോസിറ്റീവ്. ഇവിടെ ഈ കാർബണാറ്റത്തിന് പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജുള്ള കാർബണാറ്റത്തോട് ഒരു കാർബണാറ്റം മാത്രമാണ് ഡയറക്റ്റായി ലിങ്ക് ചെയ്തിരിക്കുന്നത്. അത്തരം കാർബോ കാറ്റോണിനെ പ്രൈമറി കാർബോ കാറ്റോൺ എന്നാണ് പറയുന്നത്. നമ്മൾ സിമ്പിൾ ഇടുന്നത് 1 എന്ന് എഴുതിയിട്ട് മുകളിൽ ചെറിയ സിമ്പിൾ ഇടുകയാണ് ചെയ്യുന്നത്. ഇത് ഈ 2 കാർബണാറ്റം ഉള്ളതുകൊണ്ട് ഈഥൈൽ കാർബോ കാറ്റോൺ ആണ്. ഈഥൈൽ കാർബോ കാറ്റോൺ ഒരു പ്രൈമറി കാർബോ കാറ്റോൺ ആണ്. പോസിറ്റീവ് ചാർജുള്ള കാർബണാറ്റത്തോട് 2 കാർബണാറ്റം ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം കാർബോ കാറ്റോൺസിനെ സെക്കൻഡറി കാർബോ കാറ്റോൺസ് എന്നാണ് പറയുന്നത്. നമുക്കൊരു ഉദാഹരണം പരിഗണിക്കാം. CH3 CH പോസിറ്റീവ് CH3. ഇവിടെ പോസിറ്റീവ് ചാർജ് ഉള്ള കാർബണാറ്റത്തോട് 2 കാർബണാറ്റം ഡയറക്റ്റായി ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു സെക്കൻഡറി കാർബണാറ്റമാണ്. പോസിറ്റീവ് ചാർജ് ഉള്ള കാർബണാറ്റത്തോട് 3 കാർബണാറ്റമാണ് ലിങ്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ അത്തരം കാർബോ കാറ്റോണിനെ ടേർഷറി കാർബോ കാറ്റോൺ എന്നാണ് വിളിക്കുന്നത്. നമുക്കൊരു ഉദാഹരണം പരിഗണിക്കാം.
CH3, C പോസിറ്റീവ്, CH3, CH3. ഇത് 4 കാർബണാറ്റാണുള്ളത്. അതുകൊണ്ട് ഇതിനെ ടേർഷറി ബ്യൂട്ടൈൽ കാർബോകാറ്റോൺ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ പോസിറ്റീവ് ചാർജുള്ള കാർബണാറ്റത്തോട് 3 അതർ കാർബണാറ്റംസ് ഡയറക്റ്റായി ലിങ്ക് ചെയ്തിരിക്കുന്നു. സോ ഇറ്റ് ഈസ് എ ടേർഷറി കാർബോകാറ്റോൺ. ആദ്യം നമ്മൾ കണ്ടിരുന്നത് മീഥൈൽ കാർബോകാറ്റോൺ ആണ്. മീഥൈൽ കാർബോകാറ്റോണിൽ പോസിറ്റീവ് ചാർജുള്ള ആ കാർബണാറ്റം വേറെ കാർബണാറ്റോട്ട് ലിങ്ക് ചെയ്തിട്ടില്ല. അതിനെയും നമ്മൾ പ്രൈമറി കാർബോകാറ്റോൺ ആയാണ് പരിഗണിക്കുന്നത്. ഇത്തരം ഡിഫറെന്റ് കാർബോകാറ്റോൺസിന്റെ സ്റ്റെബിലിറ്റി നമുക്ക് കൺസിഡർ ചെയ്യാം. മീഥൈൽ കാർബോകാറ്റോൺ പരിഗണിക്കാം. ഇവിടെ ഒക്ടറ്റ് പൂർത്തിയായിട്ടില്ല. ഇത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. ഇതിലേക്ക് ഇലക്ട്രോൺ ഡെൻസിറ്റി റിലീസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യും. മീഥൈൽ കാർബോകാറ്റോണിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി റിലീസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് പോലും അറ്റാച്ച് ചെയ്തിട്ടില്ല. എന്നാൽ ഈഥൈൽ കാർബോകാറ്റോൺ അതൊരു പ്രൈമറി കാർബോകാറ്റോൺ ആണ്. അവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി റിലീസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് മീഥൈൽ ഗ്രൂപ്പാണുള്ളത്. മീഥൈൽ ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡെൻസിറ്റി റിലീസ് ചെയ്യുന്ന ഗ്രൂപ്പാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന പോർഷന്റെ ഭാഗമായി അത് പഠിക്കുന്നുണ്ട്. അങ്ങനെ പോസിറ്റീവ് ചാർജുള്ള കാർബണാറ്റത്തിലേക്ക് മീഥൈൽ ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡെൻസിറ്റി റിലീസ് ചെയ്യുന്നത് കൊണ്ട് മീഥൈൽ കാർബോകാറ്റോണിനെ അപേക്ഷിച്ച് കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും ഈഥൈൽ കാർബോകാറ്റോൺ. ഇവിടെ ഐസോപ്രോപ്പൈൽ കാർബോകാറ്റോൺ ആണ്. അതൊരു സെക്കൻഡറി കാർബോകാറ്റോൺ ആണ്. ഇവിടെ പോസിറ്റീവ് ചാർജുള്ള കാർബണാറ്റം ഒക്ടറ്റ് പൂർത്തിയാക്കിയിട്ടില്ല. അതിലേക്ക് ഇലക്ട്രോൺ ഡെൻസിറ്റി റിലീസ് ചെയ്യുന്ന 2 മീഥൈൽ അഥവാ 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ ഇവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി അല്പം ഇൻക്രീസ് ചെയ്യുന്നു. സോ ഈഥൈൽ കാർബോകാറ്റോണിനെ അപേക്ഷിച്ച് ഐസോപ്രോപ്പൈൽ കാർബോകാറ്റോൺ കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. ടേർഷറി ബ്യൂട്ടൈൽ കാർബോകാറ്റോണിൽ പോസിറ്റീവ് ചാർജുള്ള കാർബണാറ്റം ഒക്ടറ്റ് പൂർത്തിയാക്കിയിട്ടില്ല. അതിലേക്ക് ഇലക്ട്രോൺ ഡെൻസിറ്റി റിലീസ് ചെയ്യുന്ന 3 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ അത് കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാർബോകാറ്റോൺസ് പരിഗണിക്കുമ്പോൾ അവയുടെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ എന്ന് പറയുന്നത് മീഥൈൽ കാർബോകാറ്റോണിനേക്കാൾ മോർ സ്റ്റേബിൾ ആണ് പ്രൈമറി കാർബോകാറ്റോൺ. അതിലും സ്റ്റേബിൾ ആയിരിക്കും സെക്കൻഡറി കാർബോകാറ്റോൺ. അതിലും സ്റ്റേബിൾ ആയിരിക്കും ടെർഷറി കാർബോകാറ്റോൺ. ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന ഇൻഡക്റ്റീവ് എഫക്റ്റ്, ഹൈപ്പർ കോൺജുഗേഷൻ എന്നീ ഫിനോമിനനെ ബേസ് ചെയ്താണ്. നമ്മൾ കണ്ടിരുന്നു ഹോമോലിറ്റിക് ക്ലീവേജിൽ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ഓരോ ഫ്രാഗ്മെന്റിന്റെ ഒപ്പവും ഈക്വലായി പോവുകയാണ് ചെയ്യുന്നത്. നമ്മളത് ഹാഫ് ഹെഡഡ് ആരോ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ ലഭിക്കുന്നത് മീഥൈൽ ഫ്രീ റാഡിക്കൽ ആൻഡ് എക്സ് ഹാലജൻ ഫ്രീ റാഡിക്കൽ ആണ്. ഇത്തരം ഫ്രീ റാഡിക്കൽസിന്റെ സ്റ്റെബിലിറ്റിയും നമുക്ക് ഇൻഡക്റ്റീവ് എഫക്റ്റിനെ ബേസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഇവിടെ മീഥൈൽ ഫ്രീ റാഡിക്കൽ അഥവാ ആൽക്കൈൽ ഫ്രീ റാഡിക്കൽ കാർബണാറ്റത്തിന് ചുറ്റും 7 ഇലക്ട്രോണാണുള്ളത്. ഒക്ടറ്റ് പൂർത്തിയായിട്ടില്ല. സോ ഒരു ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് ആ കാർബണാറ്റത്തോട് അറ്റാച്ച് ചെയ്യുകയാണ് എങ്കിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്രീ റാഡിക്കൽസ് നമുക്ക് പരിഗണിക്കാം. മീഥൈൽ ഫ്രീ റാഡിക്കൽ, CH3 ഫ്രീ റാഡിക്കൽ, ദെൻ ഈഥൈൽ ഫ്രീ റാഡിക്കൽ, CH3 CH2 ഫ്രീ റാഡിക്കൽ, ദെൻ ഐസോപ്രോപ്പൈൽ ഫ്രീ റാഡിക്കൽ, CH3 CH ഫ്രീ റാഡിക്കൽ, CH3, ആൻഡ് ടെർഷറി ബ്യൂട്ടൈൽ ഫ്രീ റാഡിക്കൽ. മീഥൈൽ ഫ്രീ റാഡിക്കലിനേക്കാൾ ഇൻഡക്റ്റീവ് എഫക്റ്റിന് ചാൻസ് കൂടുതലുള്ളത് ഈഥൈൽ ഫ്രീ റാഡിക്കലിനാണ്. അതിനേക്കാൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് കൂടുതലുള്ളത് ഐസോപ്രോപ്പൈൽ ഫ്രീ റാഡിക്കലിനാണ്. അതിനേക്കാൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ടെർഷറി ബ്യൂട്ടൈൽ ഫ്രീ റാഡിക്കലിനാണ്. സോ ഇവിടെ മീഥൈൽ
ഫ്രീ റാഡിക്കലിനേക്കാൾ മോർ സ്റ്റേബിൾ ആയിരിക്കും ഈഥൈൽ ഫ്രീ റാഡിക്കൽ. അതിനേക്കാൾ മോർ സ്റ്റേബിൾ ആയിരിക്കും ഐസോപ്രോപ്പൈൽ ഫ്രീ റാഡിക്കൽ. അതിലും മോർ സ്റ്റേബിൾ ആയിരിക്കും ടെർഷ്യറി ബ്യൂട്ടൈൽ ഫ്രീ റാഡിക്കൽ. നമുക്കറിയാം ഇതൊരു പ്രൈമറി ഫ്രീ റാഡിക്കൽ ആണ്, ഇവിടെ സെക്കൻഡറി ഫ്രീ റാഡിക്കൽ ആണ്, ഇത് ടെർഷ്യറി ഫ്രീ റാഡിക്കൽ ആണ്. സോ പ്രൈമറി ഫ്രീ റാഡിക്കലിനേക്കാൾ മോർ സ്റ്റേബിൾ ആണ് സെക്കൻഡറി ഫ്രീ റാഡിക്കൽ, അതിനേക്കാൾ മോർ സ്റ്റേബിൾ ആയിരിക്കും ടെർഷ്യറി ഫ്രീ റാഡിക്കൽ. ഇത്തരം ഫ്രീ റാഡിക്കൽസ് ഉൾപ്പെടുന്ന റിയാക്ഷൻസ് ആണ് എങ്കിൽ അത്തരം റിയാക്ഷനെ നമ്മൾ ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ അഥവാ ഹോമോപോളാർ റിയാക്ഷൻ അഥവാ നോൺ പോളാർ റിയാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഫ്രീ റാഡിക്കൽസ് ഇൻവോൾവ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് എങ്കിൽ ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ അഥവാ ഹോമോപോളാർ റിയാക്ഷൻ അഥവാ നോൺ പോളാർ റിയാക്ഷൻ എന്ന് പറയുന്നു. അതേസമയം ഹെട്ടിറോലിറ്റിക് ഫിഷൻ വഴി ഉണ്ടാകുന്ന കാർബോകാറ്റയോൺസോ അല്ലെങ്കിൽ കാർബാനയോൺസോ ഉൾപ്പെടുന്ന റിയാക്ഷൻസ് ആണ് എങ്കിൽ നമ്മൾ അതിനെ ഹെട്ടിറോപോളാർ റിയാക്ഷൻ ഓർ സിംപിളി പോളാർ റിയാക്ഷൻസ് എന്നാണ് വിളിക്കുന്നത്. ഓർഗാനിക് റിയാക്ഷൻസിൽ ഉൾപ്പെടുന്ന റിയേജൻസിനെ ജനറലായി രണ്ടായി തിരിക്കാം: ന്യൂക്ലിയോഫൈൽസ് ആൻഡ് ഇലക്ട്രോഫൈൽസ്. ന്യൂക്ലിയോഫൈൽസ് എന്നാൽ ന്യൂക്ലിയസിനെ ഇഷ്ടപ്പെടുന്നവ അഥവാ പോസിറ്റീവ് സെന്ററിനെ ഇഷ്ടപ്പെടുന്നവ. അവ ഇലക്ട്രോൺ റിച്ച് ആയിരിക്കാം. ദേ ബ്രിങ് ആൻ ഇലക്ട്രോൺ പെയർ. നമുക്ക് ഉദാഹരണം പരിഗണിക്കാം. OH നെഗറ്റീവ്, Cn നെഗറ്റീവ്, CH3 നെഗറ്റീവ്. ഈ സ്പീഷീസിലെല്ലാം നെഗറ്റീവ് ചാർജ് ഉണ്ട്. അവിടെ ഒരു ജോഡി ഇലക്ട്രോൺ ഉള്ളതുകൊണ്ടാണ് നെഗറ്റീവ് ചാർജ്. സോ അത് പോസിറ്റീവ് സെന്ററിനെയാണ് ഇഷ്ടപ്പെടുന്നത്. അതിനാൽ ഇവ ന്യൂക്ലിയോഫൈൽസ് ആണ്. ദെൻ H2O, NH3, R2NH. H2Oയിലെ ഓക്സിജൻ ആറ്റത്തിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അമോണിയയിലെ നൈട്രജൻ ആറ്റത്തിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇത് അമീനാണ്. അമീനിലെ നൈട്രജൻ ആറ്റത്തിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് ഇവ പോസിറ്റീവ് സെന്ററിനെ ഇഷ്ടപ്പെടുന്നു. ദേ ബ്രിങ് ആൻ ഇലക്ട്രോൺ പെയർ. അതുകൊണ്ട് ഇവയും ന്യൂക്ലിയോഫൈലായി ആക്ട് ചെയ്യുന്നു. ന്യൂക്ലിയോഫൈൽസ് ഉൾപ്പെടുന്ന റിയാക്ഷനെ ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻസ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഇലക്ട്രോണിനെ ഇഷ്ടപ്പെടുന്നവ അഥവാ നെഗറ്റീവ് സെന്ററിനെ ഇഷ്ടപ്പെടുന്ന തരം റിയേജൻസിനെ അഥവാ സ്പീഷീസിനെ ഇലക്ട്രോഫൈൽസ് എന്നാണ് പറയുന്നത്. അവ മിക്കവാറും ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒക്ടറ്റ് പൂർത്തിയാക്കാത്തവയായിരിക്കും. പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ഇലക്ട്രോഫൈൽസ് ആയിരിക്കും. ഉദാഹരണമായി CH3 പോസിറ്റീവ്. എല്ലാ കാർബോകാറ്റയോൺസും ഇലക്ട്രോഫൈൽസ് ആണ്, എന്നാൽ കാർബാനയോൺസ് ന്യൂക്ലിയോഫൈലും. ദെൻ Cl പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് അതൊരു ഇലക്ട്രോഫൈലാണ്. BF3 നമുക്കറിയാം, ബോറോൺ ട്രൈഫ്ലൂറൈഡ് 13ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റിന്റെ ഒരു കോമ്പൗണ്ട് ആണ്. അത് ഒക്ടറ്റ് പൂർത്തിയാക്കാത്ത ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. അതിനാൽ ഇലക്ട്രോഫൈലായി ആക്ട് ചെയ്യുന്നു. അടുത്ത സ്പീഷീസ് പരിഗണിക്കുക. ഇത് കാർബണിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. ഇവിടെ കാർബൺ ആറ്റവും ഓക്സിജൻ ആറ്റവും തമ്മിൽ ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്സിജൻ കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് ഓക്സിജന് പാർഷ്യൽ നെഗറ്റീവ് ചാർജും കാർബണിൽ പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു. അങ്ങനെ കാർബണിൽ പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ടാണ് ഇലക്ട്രോഫൈലായി ആക്ട് ചെയ്യുന്നത്. ആൽക്കൈൽ ഹാലൈഡ്. ഹാലജൻ കാർബണിനെ അപേക്ഷിച്ച് കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആണ്. അതിനാൽ കാർബണിന് പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു. സോ ഇവിടെ പാർഷ്യൽ പോസിറ്റീവ് സെന്റർ ആണ്. അതുകൊണ്ട് ഇലക്ട്രോഫൈലായി ആക്ട് ചെയ്യുന്നു. ഇലക്ട്രോഫൈൽസ് ഉൾപ്പെടുന്ന റിയാക്ഷനെ ഇലക്ട്രോഫിലിക് റിയാക്ഷൻസ് എന്നാണ് വിളിക്കുന്നത്. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നമുക്ക് പരിഗണിക്കാം. യൂസിംഗ് കെർഡ് ആരോ നൊട്ടേഷൻ ഷോ ദ ഫോർമേഷൻ ഓഫ് intermediates when the following covalent bonds undergo heterolytic cleavage. താഴെ നൽകിയിരിക്കുന്ന ഈ കോവാലന്റ് ബോണ്ട്
ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് ഇന്റർമീഡിയറ്റ് പാർട്ടിക്കിളാണ് ഉണ്ടാകുന്നതെന്ന് കെർവ്ഡ് ആരോ നൊട്ടേഷൻ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുക. ഫസ്റ്റ് വൺ CH3SCH3. കോവാലന്റ് ബോണ്ട് വഴി കാർബൺ ആറ്റവും സൾഫർ ആറ്റവുമാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. കാർബണിനെ അപേക്ഷിച്ച് സൾഫർ കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആണ്. സോ ഈ ബോണ്ട് ഹെറ്ററോറ്റിക് ക്ലീവേജ് നടക്കുമ്പോൾ ഇലക്ട്രോൺ ജോഡി സൾഫർ ആറ്റത്തിന്റെ ഒപ്പമാണ് പോകുന്നത്. സോ കെർവ്ഡ് ആരോ സൾഫർ ആറ്റത്തിലേക്കാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. സോ നമുക്കവിടെ റിസൾട്ട് ചെയ്യുന്നത് CH3 പോസിറ്റീവ് മീഥൈൽ കാർബോകാറ്റയോണും SCH3 നെഗറ്റീവുമായിരിക്കും ഉണ്ടാകുന്നത്. സെക്കൻഡ് വൺ CH3CN. 2 കാർബൺ ആറ്റംസ് ആണ് കോവാലന്റ് ബോണ്ട് വഴി ജോയിൻ ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റിലുള്ള കാർബൺ ആറ്റത്തിലേക്ക് 3 ഹൈഡ്രജൻ ആറ്റം ലിങ്ക് ചെയ്തിരിക്കുന്നു. ഇവിടെ കാർബൺ ആറ്റത്തിലേക്ക് ഇലക്ട്രോ നെഗറ്റീവായ നൈട്രജൻ ആറ്റം ലിങ്ക് ചെയ്തിരിക്കുന്നു. സോ നൈട്രജനുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റമാണ് കൂടുതൽ ഇലക്ട്രോൺ പെയറിനെ അട്രാക്ട് ചെയ്യുന്നത്. സോ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ പെയർ സൈനോ ഗ്രൂപ്പിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ നമുക്ക് കിട്ടുന്നത് CH3 പോസിറ്റീവ് മീഥൈൽ കാർബോകാറ്റോൺ പ്ലസ് CN നെഗറ്റീവ് ആയിരിക്കും. തേർഡ് വൺ CH3Cu. ഇവിടെ കാർബൺ ആറ്റവും കോപ്പർ ആറ്റവുമാണ് കോവാലന്റ് ബോണ്ട് വഴി ജോയിൻ ചെയ്തിരിക്കുന്നത്. കാർബണിനെ അപേക്ഷിച്ച് കോപ്പർ ഇലക്ട്രോ പോസിറ്റീവ് ആണ്. സോ Cu ബോണ്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോൺ ജോഡി കാർബൺ ആറ്റത്തിലേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ലഭിക്കുന്നത് മീഥൈൽ കാർബാനയോണും Cu പോസിറ്റീവ് അയോണുമായിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ പരിഗണിക്കുക. കാറ്റഗറൈസ് ദ ഫോളോയിങ് ആസ് ന്യൂക്ലിയോഫൈൽസ് ഓർ ഇലക്ട്രോഫൈൽസ്. തന്നിരിക്കുന്ന സ്പീഷീസിനെ ന്യൂക്ലിയോഫൈൽസ് അല്ലെങ്കിൽ ഇലക്ട്രോഫൈൽസ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യുക. നമുക്ക് എക്സാമിനേഷന് ഈ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂക്ലിയോഫൈൽ ആണെങ്കിൽ അത് ഇലക്ട്രോൺ റിച്ച് ആയിരിക്കും. അതേസമയം ഇലക്ട്രോഫൈൽ ആണെങ്കിൽ അത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിരിക്കും. ഫസ്റ്റ് വൺ HS നെഗറ്റീവ്. ഇവിടെ നെഗറ്റീവ് ചാർജാണ് ഉള്ളത്, അതുകൊണ്ട് അത് ന്യൂക്ലിയസിനെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ ഇറ്റ് ഈസ് എ ന്യൂക്ലിയോഫൈൽ. സോ HS നെഗറ്റീവ് ഒരു ന്യൂക്ലിയോഫൈൽ ആണ്. BF3 നമുക്കറിയാം ബോറോൺ 13th ഗ്രൂപ്പിലെ എലമെന്റ് ആണ്. അതിൻ്റെ കോമ്പൗണ്ട് ഒക്ടറ്റ് പൂർത്തിയാക്കാത്തതാണ്. അത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. സോ അത് ഇലക്ട്രോണിനെ ഇഷ്ടപ്പെടുന്ന ഒരു ഇലക്ട്രോഫൈലാണ്. നെക്സ്റ്റ് C2H5O നെഗറ്റീവ്. ഇവിടെ നെഗറ്റീവ് ചാർജാണ് ഉള്ളത്, അതുകൊണ്ട് അത് പോസിറ്റീവ് സെന്ററിനെ ഇഷ്ടപ്പെടുന്നു. സോ ഇറ്റ് ഈസ് എ ന്യൂക്ലിയോഫൈൽ. ദെൻ CH3 3 times N. ഇവിടെ നൈട്രജൻ ആറ്റത്തിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അത് ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആണ്. അങ്ങനെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് അത് പോസിറ്റീവ് സെന്ററിനെയാണ് ഇഷ്ടപ്പെടുന്നത്. സോ ഇറ്റ് ഈസ് എ ന്യൂക്ലിയോഫൈൽ. ദെൻ Cl പോസിറ്റീവ്. അവിടെ ഒക്ടറ്റ് പൂർത്തിയായിട്ടില്ല, 6 ഇലക്ട്രോണേ ഉള്ളൂ, അതുകൊണ്ട് ഇലക്ട്രോണിനെ ഇഷ്ടപ്പെടുന്നു. സോ ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോഫൈൽ. നെക്സ്റ്റ് CH3C പോസിറ്റീവ് ഡബിൾ ബോണ്ട് O. ഇവിടെ കാർബൺ ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് ആണ്. കാർബൺ ആറ്റത്തിന് ചുറ്റും 6 ഇലക്ട്രോണേ ഉള്ളൂ, അതിനാൽ അത് ഇലക്ട്രോണിനെ ഇഷ്ടപ്പെടുന്നു. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോഫൈൽ. നെക്സ്റ്റ് NH2 നെഗറ്റീവ്. ഇവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കാണിച്ചിട്ടുണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്, അതുകൊണ്ട് അത് പോസിറ്റീവ് സെന്ററിനെ ഇഷ്ടപ്പെടുന്നു. സോ ഇറ്റ് ഈസ് എ ന്യൂക്ലിയോഫൈൽ. ദെൻ NO2 പോസിറ്റീവ്. പോസിറ്റീവ് ചാർജാണുള്ളത്, ഒക്ടറ്റ് പൂർത്തിയായിട്ടില്ല, അതുകൊണ്ട് ഇലക്ട്രോണിനെ ഇഷ്ടപ്പെടുന്നു. സോ ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോഫൈൽ. ഓർഗാനിക് റിയാക്ഷൻസിലെ ഇലക്ട്രോൺ മൂവ്മെൻറ്റ് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ് CH3Cl. ഇവിടെ CCl ബോണ്ട് ഹോമോലിറ്റിക് ഫിഷൻ വഴി ബ്രേക്ക് ചെയ്യുകയാണ് എന്ന് കരുതുക.
നമുക്കറിയാം ഹോമോലിറ്റിക് ഫിഷൻ നടന്നാൽ അവിടെ ഫ്രീ റാഡിക്കൽസ് ആണ് ഫോം ചെയ്യുന്നത്. ഹോമോലിറ്റിക് ഫിഷൻ എപ്പോഴും ഹാഫ് ഹെഡഡ് ആരോ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇവിടെ ഇലക്ട്രോൺ പെയർ ഒരു ഇലക്ട്രോൺ ക്ലോറിൻ ആറ്റത്തിലേക്കും ഒരു ഇലക്ട്രോൺ കാർബൺ ആറ്റത്തിലേക്കും സോ ഹാഫ് ഹെഡഡ് ആരോ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഇതിനെ ഫിഷ് ഹുക്ക് ലൈക്ക് ആരോ എന്നും പറയാറുണ്ട്. സോ നമുക്കിവിടെ റിസൾട്ട് ചെയ്യുന്നത് CH3 ഫ്രീ റാഡിക്കലും Cl ഫ്രീ റാഡിക്കലുമാണ്. അടുത്ത എക്സാമ്പിൾ പരിഗണിക്കുക. OH നെഗറ്റീവ് പ്ലസ് CH3Br. ഇവിടെ OH നെഗറ്റീവ് ചാർജുള്ള സ്പീഷീസ് ആണ്. സോ ഇറ്റ് ഈസ് എ ന്യൂക്ലിയോഫൈൽ. CH3Br ഇവിടെ കാർബണും ബ്രോമിനും തമ്മിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റിയിൽ വ്യത്യാസമുണ്ട്. CH3Br ബോണ്ട് ബ്രേക്ക് ചെയ്യുകയാണ് എങ്കിൽ ഇലക്ട്രോൺ ജോഡി ബ്രോമിൻ ആറ്റത്തിലേക്കാണ് പോകുന്നത്. സോ ഇത് ഒരു ഇലക്ട്രോഫൈലായി ആക്ട് ചെയ്യുന്നു. ഇത്തരം റിയാക്ഷനിൽ ന്യൂക്ലിയോഫൈലിൽ നിന്നും ഇലക്ട്രോഫൈലിലേക്കുള്ള ആ അറ്റാക്ക് ഒരു കെർവ്ഡ് ആരോ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ന്യൂക്ലിയോഫൈലിൽ നിന്നും ഇലക്ട്രോഫൈലിലേക്കുള്ള ആ അറ്റാക്ക് ഒരു കെർവ്ഡ് ആരോ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. സോ നമുക്ക് റിസൾട്ട് ചെയ്യുന്നത് CH3OH പ്ലസ് Br നെഗറ്റീവ് ആയിരിക്കും. CH3OH പ്ലസ് Br നെഗറ്റീവ് ആണ് റിസൾട്ട് ചെയ്യുന്നത്.